ബിഗ് ബോസ് സീസൺ 6 75ാമത്തെ ദിവസത്തോട് അടുക്കുന്ന സമയത്ത് ക്ലാസിക് ടാസ്ക് ആയിട്ടുള്ള റാങ്കിംഗ് ടാസ്ക് ഈ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. റാങ്കിംഗ് ടാസ്ക് വളരെ ഭംഗിയായിട്ട് കണ്ടസ്റ്റൻസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി നല്ലതായിട്ട് ചെയ്തു എന്ന അഭിപ്രായമില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. എന്നാലും പ്രേക്ഷകർക്കിടയിൽ കണ്ടസ്റ്റൻസിനെ ആ ഒരു പൊസിഷനിൽ തന്നെ നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നമ്മൾ ഒന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പോൾ എൻ്റെ ഒരു റാങ്കിങ്ങിൽ ഏറ്റവും മോശം പെർഫോമൻസ് നടത്തുന്ന ആളുകൾ തൊട്ട് ഏറ്റവും മികച്ച പെർഫോമൻസ് എന്ന് എനിക്ക് തോന്നിയ ആളുകളെ വരെ ഞാനൊന്ന് റാങ്ക് ചെയ്യുകയാണ്. അവസാനത്തെ 5 ആളുകളെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അടുത്ത 5 ആളുകളെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ, ഇതിന് ശേഷം ഒരു വീഡിയോയിൽ പറയാം. ടോപ്പ് 5 എന്ന് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്ന ആളെ മറ്റൊരു വീഡിയോയിൽ പറയാം, ആളുകളെ മറ്റൊരു വീഡിയോയിൽ പറയാം. അവസാനത്തെ 5 എന്ന് പറയുമ്പോൾ സീസണുകളിലെ ആളുകൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാഴ എന്ന് പറയുന്ന പദത്തോട് യോജിക്കുന്ന ആളുകളാണ്. മുന്നേയൊക്കെ ആയിരുന്നു വാഴ, ഇപ്പോൾ വാഴകളാണ്. കഴിഞ്ഞ സീസൺ തൊട്ട് കുറേയധികം ആളുകൾ ഒന്നിച്ചെടുത്ത് വാഴകൾ എന്നാണ് ആളുകൾ പറയുന്നത്. പ്രത്യേകിച്ച് പരാതികളൊന്നും അവരെ അങ്ങനെ വിളിക്കുന്നതിനകത്ത് മറ്റുള്ള പ്രേക്ഷകർക്കിടയിൽ നിന്ന് ഞാൻ കണ്ടിട്ടില്ല. കാരണം ആളുകൾ തന്നെ അവെയറാണ് ഇവർ ഇനാക്റ്റീവ് ആണ് എന്നുള്ളത്. അപ്പോൾ എൻ്റെ കോൺസെപ്റ്റിൽ പിറകിൽ നിന്ന് ഏറ്റവും മോശം പെർഫോമൻസ് നടത്തുന്ന 5 ആളുകളെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു റാങ്കിങ് ആക്ടിവിറ്റി പോലെ കരുതിയാൽ മതി കേട്ടോ. നമ്മുടെ മോർണിംഗ് ആക്ടിവിറ്റി, റാങ്കിങ് ആക്ടിവിറ്റി. ഇതിനകത്ത് എന്തെങ്കിലും വിയോജിപ്പുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കണ്ടസ്റ്റൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ മാറ്റാൻ ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു മടിയും വിചാരിക്കേണ്ട, കമന്റ് ബോക്സ് ഉപയോഗിക്കാം. ഏറ്റവും പിറകിൽ നിന്ന് ഏറ്റവും മോശം പെർഫോമൻസ് നടത്തുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയത് റസ്മിനെയാണ്. റസ്മിൻ എല്ലായിടത്തും ഉണ്ട്, സ്പേസ് എടുക്കുന്നുണ്ട്. എന്നിട്ടും മോശം പെർഫോമൻസ് എന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റസ്മിൻ ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഗെയിമാണ്, ഇതൊരു ഇൻഡിവിജ്വൽ പ്ലേ ആണ്, വളരെ കഷ്ടപ്പാടാണ് ഇവിടെ നിൽക്കാൻ. അങ്ങനെയുള്ളൊരു കാര്യത്തെക്കുറിച്ചിട്ട് ചിന്തിക്കാതെ ചെറിയ ഉഡായ്പ പരിപാടി കൂടെ ഓരോ ദിവസം മുന്നോട്ടേക്ക് തള്ളിക്കൊണ്ടു പോകുന്ന ഒരു വ്യക്തിയാണ്. വലിയ സീരിയസ്നെസ് ഒന്നുമില്ല ഈ ഒരു ഗെയിമിനെ നോക്കിക്കാണുന്നതിനകത്ത്. ആദ്യഘട്ടങ്ങളിൽ തൊട്ട് അദ്ദേഹം ഏതെങ്കിലുമൊക്കെ സുഹൃത്തുക്കൾക്കൊപ്പം ഒന്ന് സൈഡ് പിടിച്ച് പോകുന്ന വ്യക്തിയാണ്. അവരുടെ ചില ക്ഷേമ പ്രവർത്തനങ്ങളിൽ വ്യാപൃതയായിട്ട് ഇരിക്കുക, അതിനുവേണ്ടി ക്യാപ്റ്റൻസിയിലേക്ക് വരിക, അതിനുവേണ്ടി പവർ ടീമിലേക്ക് വരിക. സ്വന്തമായിട്ട് പ്രത്യേകിച്ച് ഗെയിമൊന്നുമില്ല. സുഹൃത്തുക്കൾ അപകടത്തിൽപ്പെടുന്ന സമയത്ത് അത് തന്നെയും ബാധിക്കുമെന്നുള്ള ഒരു ചിന്തയുള്ളതുകൊണ്ട് നൈസായിട്ട് ആ ഒരു കോംബോയിൽ നിന്ന്, ആ ഒരു കൂട്ടത്തിൽ നിന്ന് മാറുന്നത് മാത്രമാണ് റസ്മിന്റെ ഒരു ഗെയിം. ഈ ഒരു മാറ്റം, ഈ ഒരു മാറ്റിപ്പിടിക്കൽ റസ്മിന്റെ ഗെയിമിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലേക്കല്ല. ഗബ്രി പോയപ്പോഴത്തേന് റസ്മിന്റെ സ്വഭാവം കംപ്ലീറ്റ്ലി അങ്ങോട്ട് മാറി. നമ്മൾ ആ ഒരു വിസിബിൾ ചേഞ്ച് കണ്ടതാണ്. വളരെ ജെന്യുവൻ ആണ്, ഫെയർ ആണ്, ആത്മാർത്ഥതയുണ്ട് ഫ്രണ്ട്ഷിപ്പിൽ എന്നൊക്കെ പറയുന്ന റസ്മിന്റെ ഭാഗത്ത് നിന്ന് പിന്നീട് ജാസ്മിനോടുള്ള സമീപനം, നോറയോടുള്ള സമീപനമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ആദ്യഘട്ടം മുതൽ ഇവിടം വരെ റസ്മിൻ അവകാശവാദം ഉന്നയിച്ചിരുന്നത്, പിടിച്ചിരുന്ന ഒരൊറ്റ ഗെയിം എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പിൽ വളരെ ജെന്യുവനായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ സ്ഥാനം പോയി കഴിഞ്ഞാൽ പിന്നെ റസ്മിനെ ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ നമ്മൾ എന്തിനു കൺസിഡർ ചെയ്യണം? വേറെ ഒരു ഗെയിമില്ലല്ലോ. അപ്പോൾ റസ്മിനാണ് ഏറ്റവും മോശം പെർഫോമൻസ് നടത്തുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയത്. മുൻപ് നല്ല നല്ല അവസരങ്ങൾ കിട്ടിയപ്പോൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ട് അത് ഉപയോഗിക്കാതിരുന്നു. കാരണം അന്ന് വിചാരിച്ചു ആ ഫ്രണ്ട്ഷിപ്പിന്റെ കൂടെ നിൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുക എന്നുള്ളത്. എന്നാൽ ഫ്രണ്ട്ഷിപ്പ് അല്ല, ന്യായം എന്ന് പറയുന്ന ഒരു കാര്യത്തെങ്കിലും പരിഗണിക്കേണ്ട ഒരു അവസരം വന്ന സമയത്ത് പണ്ടത്തെ ആ ഒരു ജെന്യൂനിറ്റിയുടെ ഒരു അംശം പോലും ഉപയോഗിക്കാതെ വേറെ എന്തൊക്കെയോ ചെയ്തു, മൊത്തത്തിൽ കുളവാക്കി. ഇപ്പൊ റസ്മിനെ നമുക്ക് 13ാമത്തെ പൊസിഷനിലേക്ക് നിർത്താം. 12ാമത്തെ പൊസിഷനിൽ സായിയെ നിർത്തേണ്ടി വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സായി ഗെയിം കളിക്കുന്നില്ല. സായിക്ക് ഗെയിം അല്ല പ്രയോറിറ്റി. അപ്പോൾ ഗെയിം പ്രയോറിറ്റി അല്ലാത്തൊരു വ്യക്തിയെ 12ാമത്തെ പൊസിഷനിലെങ്കിലും നമ്മൾ നിർത്തേണ്ടതുണ്ട്. സായി ഒരു നല്ല മനുഷ്യനാണ്, എൻ്റെ സുഹൃത്താണ്. സായി നല്ല മനുഷ്യനായി മാറിയ ഒരു വ്യക്തിയാണ്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സർവൈവൽ ഗെയിമിൽ ഒരാളുടെ ഒരു പരിവർത്തനം എന്ന് പറയുന്ന കാര്യത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ ഒരു കോൺസെപ്റ്റിൽ ഗെയിം കളിച്ച് സർവൈവ് ചെയ്ത് ഏതെങ്കിലുമൊക്കെ നല്ല നല്ല പൊസിഷൻസ് കരസ്ഥമാക്കി പോകുന്ന ആളുകളെയാണ് നമ്മൾ ഒരു ഗെയിമർ റാങ്കിങ്ങിൽ മുകളിൽ നിർത്തേണ്ടത്. സായി അങ്ങനെ ഒരു റാങ്കിങ്ങിൽ മുകളിൽ നിൽക്കേണ്ട ഒരാളാണ് ഇതുവരെ എന്ന് എനിക്ക് തോന്നിയില്ല. കഴിഞ്ഞ ദിവസം സായി പറയുകയുണ്ടായി, എനിക്ക് ടോപ്പ് 5 വരണമെന്ന് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനുവേണ്ടി അത്രയധികം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കറിയാം എങ്ങനെ കളിക്കേണ്ടതെന്നുള്ളത്. അപ്പം സായിക്ക് കളിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് അറിയാം. അത് എങ്ങനെ വേണമെങ്കിലും പിടിച്ചു നിൽക്കും എന്നുള്ളതൊക്കെ പുള്ളി എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ വേണ്ടാന്ന് വെച്ചിട്ടാണ്. അങ്ങനെ വേണ്ടാന്ന് വെക്കുന്ന ഒരു കണ്ടസ്റ്റന്റിനെ നമ്മൾ 12ാമത്തെ പൊസിഷനിലേക്ക് നിർത്തുന്നതാണ് നല്ലത്. അതേപോലെ തന്നെ പ്രേക്ഷകർക്കും സായിയുടെ ഒരു ഗെയിം അത്രത്തോളം ഇഷ്ടമല്ല. സായി എല്ലാവർക്കും ഇഷ്ടമാണ്. സായിയെ സീക്രട്ട് ഏജന്റിനേക്കാളും കൂടുതൽ ഇഷ്ടമാണ്. പക്ഷെ ഗെയിമിൽ 12ാമതാണ് സായി. 11ാമത്തെ പൊസിഷനിൽ ഞാൻ പ്ലേസ് ചെയ്തിരിക്കുന്നത് അർജുനെയാണ്. അർജുൻ ശ്രീതു കോംബോയ്ക്ക് കുറച്ച് ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഒരു കോംബോ ആയില്ലല്ലോ. എപ്പിസോഡിൽ മറ്റേ എഡിറ്റർ കുറച്ച് പരിപാടികൾ നടത്തി. അതേപോലെ തന്നെ അർജുന് ചെറിയൊരു ഒരു ക്രഷ് പോലെയുള്ള ഒരു സംഭവം ഫീൽ ചെയ്തു നമുക്ക് എന്നുള്ളതല്ലാതെ അതൊരു കോംബോ ഒന്നും ആയില്ല. അപ്പോൾ ആ ഒരു കോംബോ വരും എന്ന് പറഞ്ഞ് കുറേയധികം ആളുകൾ അർജുനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അർജുന് ചില വോട്ടുകളൊക്കെ കിട്ടിയിരുന്നു. പിന്നെ അർജുൻ്റെ ഗെയിമിൽ എനിക്ക് തോന്നിയത്, അർജുനെ ബിഗ് ബോസോ കണ്ടസ്റ്റൻസോ കുട്ടികളെ എടുക്കുന്നത് പോലെ എവിടെയെങ്കിലും കൊണ്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടേ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അർജുൻ എന്തെങ്കിലും പെർഫോം ചെയ്യും. അല്ലാതെ അർജുനായിട്ട് ഒരിടത്തേക്ക് പോവില്ല.
ഇപ്പം ഇൻവിസിബിൾ ആവുന്ന ഒരു ആക്ടിവിറ്റി കഴിഞ്ഞ ദിവസം കൊടുത്താണ്. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റി കൊടുത്തതുകൊണ്ട് അർജുൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. ഇപ്പോൾ വേറെ എന്തെങ്കിലും കലാപരിപാടികൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു സ്കിറ്റ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അർജുൻ അതിനകത്ത് നന്നായിട്ട് പെർഫോം ചെയ്യും. അല്ലാതെ അർജുനായിട്ട് ഒരു സംഭവം ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നില്ല. അർജുന് അതിൻ്റെ ഒരു ആവശ്യം പലപ്പോഴും തോന്നുന്നില്ല. അതേപോലെ പല കണ്ടസ്റ്റൻസും പല രീതിയിലാണ് ഈ ഒരു ഗെയിമിനെ നോക്കിക്കാണുന്നത്. ഇപ്പോൾ നന്ദന വീട് പണിയാനായിട്ട് നോക്കിക്കാണുന്നത് പോലെ ആവില്ല അപ്സര ബിഗ് ബോസിനെ നോക്കിക്കാണുന്നത്, സായി ബിഗ് ബോസിനെ നോക്കിക്കാണുന്നത്. അപ്പോൾ അർജുൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളത് നന്ദനയുടെ പോലെ തന്നെ നമുക്കിവിടെ വിസിബിൾ ആണ്. അർജുനെ കൂടുതലായിട്ട് ആളുകൾ അറിയുക. അപ്പോൾ അർജുൻ്റെ ആ ഒരു മോഡലിംഗ് കരിയറിനും അതേപോലെ തന്നെ സിനിമ ആഗ്രഹത്തിനും ഒക്കെ വേണ്ട രീതിയിൽ കുറച്ച് സ്പേസ് എടുക്കുക എന്നുള്ളതാണ് അർജുൻ്റെ ഗെയിം. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗെയിമല്ല. അപ്പോൾ ഗെയിമിലെ റാങ്കിങ് എന്ന് പറയുമ്പോൾ അർജുനെ നമ്മൾ ഇവിടെ തന്നെ പ്ലേസ് ചെയ്യുന്നതല്ല നല്ലത്. കൂടുതൽ അവസരങ്ങൾക്ക് വേണ്ടിയും വിസിബിലിറ്റിക്ക് വേണ്ടിയും കൂടുതൽ ദിവസം ഇവിടെ എങ്ങനെയെങ്കിലും നിന്ന് പോവുക, അത് താൻ നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്ന് പറയുന്ന ഒരു സമീപനമുള്ള അർജുനെ നമ്മൾ 11ാമത്തെ പൊസിഷനിലേക്ക് നിർത്തുകയാണ്. 10th പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത് നന്ദനയാണ്. നന്ദന എന്തുകൊണ്ടാണ് 10th ആയി പോയത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. നന്ദന പലവിധ അവകാശവാദങ്ങളുമായിട്ട് ഹൗസിലേക്ക് വന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു അവകാശവാദങ്ങളിലെ ഇമ്മെച്യൂരിറ്റിയെ കുറിച്ചിട്ട് ഓൾറെഡി അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ഗെയിമൊക്കെ മാറി. ആ ഒരു ഗെയിമിനെ മാത്രം ഫോക്കസ് ചെയ്ത് വരുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ആ ഗെയിമിലെ ആ ആഴ്ചയിലെ അല്ലെങ്കിൽ ആ മാസത്തിലെ സംഭവമാണ്. ഇപ്പോൾ ഒരു കോംബോയ്ക്കെതിരെ ഗെയിം കളിക്കാൻ വരുന്നു. അപ്പോൾ അതിലൊരാൾ പോയി കഴിഞ്ഞാൽ കോംബോ തീരും, പിന്നീട് എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം മുന്നേ കൂട്ടി കണ്ട് ഇത്തരത്തിലുള്ള അവകാശവാദങ്ങളില്ലാതെ ഹൗസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്കൊരു ഗെയിമറെ നല്ല രീതിയിൽ കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആ ഒരു കോംബോ മാത്രം ടാർഗറ്റ് ചെയ്ത് ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് ഒരു മാതൃകാ കുടുംബമാക്കണമെന്ന് പറഞ്ഞ വ്യക്തിയാണ് നന്ദന. പക്ഷേ ഹൗസിലേക്ക് വരുന്ന സമയത്ത് നന്ദനയും അതേപോലെ തന്നെ ജാസ്മിനും ഒന്നും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ടാളുകളുടെ സംസാര രീതി ഇവിടെയുള്ള ഒരു മജോറിറ്റിക്ക് വലിയധികം ഇഷ്ടപ്പെടുന്ന ഒരു രീതിയൊന്നുമല്ല. പക്ഷേ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടാതിരിക്കുക അങ്ങനെയുള്ളൊരു സംഭവം ഇതിനകത്തില്ല. ഓരോ ആളുകളും ഓരോ രീതിയിലാണ്. നന്ദന ഇങ്ങടേക്ക് വരുന്നതും അതേപോലെ തന്നെ നന്ദനയും തുടക്കത്തിൽ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നതും പെൺകുട്ടികൾ എങ്ങനെ ആവണം അല്ലെങ്കിൽ പെൺകുട്ടികൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു രീതിയിലായിരുന്നു. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ്ലി പോയി. കോംബോയ്ക്കെതിരെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ടേക്ക് പോയ നന്ദന സായിയുടെയും സിജോയുടെയും കുഞ്ഞനിയത്തിയായിട്ടുള്ള ഗെയിമാണ് പിന്നീട് കളിക്കുന്നത്. പക്ഷേ ഈ അർജുൻ്റെ കാര്യം പറഞ്ഞതുപോലെ അത്രയധികം വേസ്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ അർജുൻ്റെ കാര്യം പറയുന്നത് പോലെ ബാക്കിയുള്ള ആളുകൾ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ശരിക്കും അർജുനെ എടുത്തുകൊണ്ടേ ഇടണമല്ലോ അല്ലേ. ഇത് നന്ദനെ എടുത്തുകൊണ്ടേ വെക്കണ്ട. ബാക്കി ആളുകൾ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നന്ദനെ ചാടി വന്ന് ഒച്ചയിടാനായിട്ട് മിടിക്കുകയാണ്. അതേപോലെ തന്നെ ക്യാപ്റ്റൻസി കിട്ടിയ സമയത്ത് നല്ല രീതിയിൽ കാര്യങ്ങളെയൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം ഫിസിക്കൽ ആക്ടിവിറ്റികളിൽ നല്ല രീതിയിൽ പങ്കുചേരും. പക്ഷേ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങിലും വൻ പരാജയമാണ്. അപ്പോൾ ഈ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഇല്ലാതെ ഫിസിക്കൽ ആക്ടിവിറ്റിയിലേക്ക് എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യുക എന്ന് പറയുന്നത് മാത്രമല്ലല്ലോ ഒരു ഗെയിം. ഇപ്പോൾ സിജോയും അതേപോലെ തന്നെ സായിയൊക്കെ പലപ്പോഴും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് നന്ദനയുടെ ഒരു ഗെയിമിന് ഫോക്കസ് ഇല്ല എന്നുള്ളത്. ഫോക്കസ് ഇല്ല എന്ന് വെച്ചാൽ മജോറിറ്റിയുടെ ഒരു ഗെയിം സമീപനം എങ്ങനെയാണോ അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെയാണ് നന്ദന ഒരു ടാർഗറ്റിനെ ഫിക്സ് ചെയ്യുന്നത്. പോണ വഴിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഡിസ്ട്രാക്ഷൻ വരുന്ന സമയത്ത് ആ വഴിക്ക് അങ്ങോട്ട് പോകും. അതാണ് നന്ദനയുടെ ഒരു ഗെയിം. 9ാമത്തെ പൊസിഷൻ കൈയടക്കിയിരിക്കുന്നത് ഋഷിയാണ്. ഋഷി ഇവിടെ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്നെ കണ്ട വഴി ഓടിച്ചേനെ, ഭയങ്കരമായിട്ട് വിഷയം ഉണ്ടാക്കിയേനെ, വായി തോന്നിയതെല്ലാം വിളിച്ച് പറഞ്ഞേനെ. ഋഷി അങ്ങനെയാണ്. ഋഷിക്ക് ഗെയിം സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു സാധനമില്ല. ഇപ്പം അൻസിബ ഋഷി പോടാ പോയി 13 പോയി നിൽക്കടാ എന്ന് പറഞ്ഞാൽ ഓക്കെ അൻസിബയ്ക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ 13 തന്നെ നിൽക്കേണ്ട വ്യക്തിയാണ് എന്ന് പറയുന്ന ഒരു സമീപനമാണ്. ആളുകളെ ഭയങ്കര മുൻവിധിയോടെയാണ് സമീപിക്കുന്നത്. അൻസിബ അല്ലാത്ത എല്ലാ സ്ത്രീകളും അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരല്ലാത്ത എല്ലാ ആൾക്കാരും വളരെ മോശമായിട്ടുള്ള ആൾക്കാരാണ്. അവരെനിക്കെതിരെ പറയുന്നതെല്ലാം അവരുടെ ഗെയിമാണ്, അതേപോലെ തന്നെ എന്നെ തകർക്കാൻ വേണ്ടിയാണ്. ഈ ഒരു പേടിയോടെ ഈ ഒരു സമീപനത്തോടെയാണ് ഋഷി ഗെയിം കളിക്കുന്നത്. ഗെയിം കളിക്കുന്നില്ല, ആ ഹൗസിൽ നിൽക്കുന്നത്. ഗെയിമൊന്നുമില്ല. ഈ ബാക്കിയുള്ള ആളുകളുടെ പരിപാടിയുടെ കൂടെ അവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഇതെന്നെ പരിപാടി, ടാസ്ക് ആണോ, ഹോട്ടൽ ടാസ്ക് അല്ലേ, എങ്ങനെ അനുസരിച്ച് ചെയ്യേണ്ടേ, ഓക്കെ ക്യാപ്റ്റൻസി ആണോ, ക്യാപ്റ്റൻ ആയിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടേ, ഓ എനിക്കിഷ്ടമില്ല അതിങ്ങനെ ചെയ്യാമല്ലേ, ഇത് നോമിനേഷൻ ആണോ, എത്ര ആൾക്കാരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റും, 2 3 2 പേര് അല്ലേ, എന്നാൽ അങ്ങനെ ചെയ്യാം. എന്നെങ്കിൽ അവരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയാണെങ്കിൽ അവർ 2 പേര്. അതേപോലെ തന്നെ എങ്ങനെയാണ് ടാർഗറ്റിനെ ഫിക്സ് ചെയ്യുന്നത്, അയ്യോ ഇന്നലെ ആരാ എന്നെ കുറ്റം പറഞ്ഞേ, ഓക്കെ അവരെ നമുക്ക് ഇന്ന് നോമിനേറ്റ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ അവരെ അങ്ങ് ജയിലിലേക്ക് വിടാം. അൻസിബയ്ക്ക് ആരെങ്കിലും അഭിപ്രായം ഉണ്ടോ, ഉണ്ടെങ്കിൽ അവരുടെ പേര് ഞാനങ്ങ് പറയാം. ഇതാണ് ഋഷിയുടെ ഗെയിം. ഋഷിക്ക് അങ്ങനെ സ്വന്തമായിട്ട് വലിയ ഗെയിമും കാര്യങ്ങളൊന്നുമില്ല. ഋഷിയെ ഞാൻ ഏറ്റവും അവസാനത്തിലേക്ക് കൊണ്ടുപോകാതെ ഇവിടെ വെച്ചിരിക്കുന്നത് ഓഡിയൻസിന് ഋഷിയെ വലിയ ഇഷ്ടമാണ്. ഋഷി ഒറിജിനലാണ്, ഇമോഷൻസ് ഒക്കെ നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യും. അതേപോലെ തന്നെ ഫാൻസ് ഉണ്ട്. ഇതങ്ങനെയാണല്ലോ, കുറച്ചൊരു ഫാൻസിൻ്റെ ബേസിൽ ഇങ്ങോട്ട് പോകുന്ന ഒരു ഗെയിമാണല്ലോ. ഋഷിക്ക് വലിയ PR പരിപാടിയൊന്നുമില്ല.
ഈ താഴെ വന്നിരിക്കുന്ന ആളുകൾക്കൊന്നും PR പരിപാടി ഇല്ലാത്ത ആളുകളാണ്, വലിയ കാര്യമായിട്ടുള്ള PR ഇല്ലാത്ത ആളുകളാണ്. അൻസിബയുടെ കൂട്ടുകാരനാണ്. അൻസിബയുടെ കൂട്ടുകാരനാവുന്നതുകൊണ്ട് ഋഷി കിട്ടുന്ന പണി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അൻസിബയ്ക്കാണ് പ്രയോറിറ്റി, ഋഷിക്ക് അത് കഴിഞ്ഞിട്ടുള്ള ഒരു പരിഗണന മാത്രമേ ഉള്ളൂ. അപ്പോൾ അൻസിബയുടെ കൂട്ടുകാരനാണ്, അൻസിബ കൂട്ടുകൂടുന്നത് കൊണ്ട് ഋഷി നല്ലവനാണ്, അതേപോലെ തന്നെ നല്ലവരുടെ ഒരു കൂട്ടം എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ നോക്കിക്കാണാറുണ്ട്. ബാക്കിയുള്ള ആളുകളൊക്കെ ഫേക്ക് ആയിട്ടുള്ള ആളുകൾ, ഗെയിം കളിക്കുന്ന ആളുകൾ, മോശ സ്വഭാവമുള്ള ആളുകൾ. ഇപ്പോൾ ഋഷി ഒറിജിനൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ കുറേയധികം ആളുകളുടെ ഇഷ്ട കഥാപാത്രമാണ്. ഇതൊക്കെയാണ് എൻ്റെ പിറകിൽ നിന്നുള്ള ടോപ്പ് 5. അപ്പോൾ ഇവരെ പല ആളുകളും വാഴ എന്നൊക്കെ വിളിച്ചിട്ട് അപമാനിക്കാറുണ്ട്, വാഴക്കൂട്ടങ്ങൾ എന്നൊക്കെ വിളിച്ചിട്ട് അപമാനിക്കാറുണ്ട്. പക്ഷെ നന്ദനെയൊന്നും നമുക്ക് വാഴക്കൂട്ടത്തിൽ പെടുത്താൻ പറ്റത്തില്ല കേട്ടോ. നന്ദന വാഴയൊന്നുമല്ല, പിന്നെ എന്തിനു വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാറായിട്ട് പലപ്പോഴും വരും എന്നുള്ളതേ ഉള്ളൂ. നന്ദന വലിയ കുഴപ്പമില്ലാതെ പോകുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഏട്ടായിമാരുടെ ഗെയിം വിശ്വസിച്ച്, അല്ലെങ്കിൽ ഏട്ടായിമാരുടെ വർത്തമാനത്തിൽ ആകൃഷ്ടയായി പെട്ടി എന്ന സ്വപ്നത്തെക്കുറിച്ചിട്ട് പറയുകയും വീണെന്ന സ്വപ്നം അതുമായിട്ട് ചേർത്ത് വയ്ക്കുകയും ചെയ്തത്. അങ്ങനെ നന്ദനയുടെ ഗെയിം ഒന്ന് ഇടിഞ്ഞ് താന്നുപോയി. ഈ റാങ്കിങ് എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും മാറാം കേട്ടോ. ഇതിപ്പോൾ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആരെങ്കിലുമൊക്കെ മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ മാറുന്ന ഒരു സംഗതിയാണ് ഈ ഗെയിമിലെ റാങ്കിങ് എന്ന് പറയുന്നത്, നമ്മുടെ ഒരു റാങ്കിങ് എന്ന് പറയുന്നത്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി.